ഹായ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈത്തണിലെ മറ്റൊരു കോമ്പൗണ്ടായിട്ട് ടൈപ്പായ ഡിക്ഷണറീസിനെ കുറിച്ചാണ്. അപ്പോൾ അത് ബാക്കിയുള്ള നമ്മൾ ഇതുവരെ പറഞ്ഞ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളതും അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും നമ്മളൊന്ന് പഠിക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് അൺഓർഡേർഡ് ആണ്. പിന്നെ അതുപോലെ ചേഞ്ചബിൾ ആണ്. നമുക്ക് വാല്യൂസ് മാറ്റുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇതുവരെ നമ്മൾ പഠിച്ച ലിസ്റ്റ് അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്നൊക്കെ വ്യത്യാസമായിട്ട് ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബേസിക്കലി ഒരു ഡിക്ഷണറി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഇത് പ്രധാനമായിട്ട് ഇതുവരെ പറഞ്ഞതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കീ വാല്യൂ പെയർ ആണ്. അതായത് മറ്റുള്ളതുപോലെ വെറുതെ ഒരു ഇൻഡെക്സ് വെച്ചിട്ടല്ല ഇത് ആക്സസ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റിനും ഓരോ കീയും അതിനനുസരിച്ചുള്ള ആ കീനനുസരിച്ചുള്ള വാല്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇതിൽ മറ്റുള്ള എലമെൻറ്റ്സ് ആയിട്ടുള്ള മറ്റുള്ള നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ഒരിക്കലും ഇങ്ങനെ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടല്ല നമ്മളിത് ആക്സസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നെയിമിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ ഡിക്ഷണറിയിലെ നെയിം എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ വാല്യൂ അത് പ്രിൻ്റ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ കാണാം ഇത് രാഹുൽ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനും നമുക്കൊരു ആൾട്ടർനേറ്റീവ് സിൻടാക്സ് ഉള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഫങ്ഷനാണ്. ഗെറ്റ് ഓഫ് നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡിക്ഷണറിയിലെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഈ നെയിം എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ ഏജ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് പോസിബിൾ ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിക്റ്റ് ഓഫ് അതിൻ്റെ കീ, നമ്മുടെ കീ എന്ന് പറയുന്നത് ഏജ് ആണ്. ഏജ് ഞാനൊരു പുതിയൊരു വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഏജ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വാല്യൂ ചേഞ്ച് ആയ വാല്യൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ കീസ് എന്ന് പറയുന്നത് ഈ നെയിം, ഏജ്, ജെൻഡർ ഈ കീസ് മാത്രമായിട്ട് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിളാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. കോഡ് ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നെയിം, ഏജ്, ജെൻഡർ, അതായത് നമ്മുടെ ഈ ഡിക്ഷണറിയിലുള്ള കീസ് മാത്രമായിട്ടാണ് പ്രിൻ്റ് ആയിരിക്കുന്നത്. ഈ കീസ് വാല്യൂ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കീസ് അനുസരിച്ച് എല്ലാ കീയിനും ഓരോ വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ ഇപ്പോൾ നമ്മൾ കീസ് മാത്രമാണ് പ്രിൻ്റ് ചെയ്ത് നമുക്കിനി വാല്യൂസ് മാത്രം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് പോസിബിളാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഇത് റൺ ചെയ്ത് നോക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കീ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പ്രിൻ്റ് അയക്കുന്നത് വാല്യൂസ് ആണ്. ഈ കാണുന്നതാണ് രാഹുൽ 29 മെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഡിക്റ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണിച്ച പോലെ ഈ ഗെറ്റ് വിളിക്കുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് കീയും വാല്യൂ ഒരുമിച്ച് തന്നെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാനും ഇതിൽ പോസിബിൾ ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പിൽ നമുക്ക് ഇവിടെ 2 വാല്യൂസ് കൊടുക്കാം. ആ 2 വാല്യൂസ് എന്ന് പറയുന്നത് ഒരെണ്ണം കീയും ഒരെണ്ണം വാല്യൂം ആകുന്നു. അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഐറ്റംസ്, നമ്മുടെ ഡിക്ഷണറിയിലെ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും കിട്ടുന്നതാണ്. നമുക്കിവിടെ അത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് റൺ ചെയ്താൽ ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും കിട്ടിയിരിക്കുന്നതാണ്. അത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ കീയും വൈ എന്ന് പറയുന്ന വേരിയബിളിൽ ആ ഡിക്ഷണറിയിലെ വാല്യൂസും പ്രിൻ്റ് ആയിരിക്കുന്നതാണ്. നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ച് നമുക്ക് അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ലൂപ്പിങ്ങിലുള്ള മറ്റു പല ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡിക്ഷണറിയിൽ ഒരു കീ കളയണമെങ്കിൽ അത് പോസിബിളാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പോപ്പ് എന്ന് പറയുന്ന മെത്തേഡിൽ അതിൻ്റെ കീ യൂസ് ചെയ്താൽ മതി. ഇനി റിമൂവ് ചെയ്തിട്ട് നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് പ്രിൻ്റ് ആയിരിക്കുന്നതാണ് നമ്മുടെ ഡിക്ഷണറിയിൽ. അതായത് നെയിം എന്ന് പറയുന്ന കീ റിമൂവ് ചെയ്തിട്ട് പ്രിൻ്റ് ആയിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അത് വേറൊരു കീ ഇട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ഏജ് എന്ന് പറഞ്ഞ കീ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഏജാണ് റിമൂവ് ആയിരിക്കുന്നത്. ബേസിക്കലി ഇത്രയും ഫങ്ഷൻസ് ആണുള്ളത്. കൂടാതെ കുറച്ച് അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കോഡ് കമൻറ്റിൽ കണ്ടൻറ് സെക്ഷനിൽ ലിങ്കായിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കോഡ് വേണ്ടവർക്ക് ലിങ്കിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്നതാണ്. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കോഡ് ടൈപ്പ് ചെയ്യുന്ന പഠിക്കുക. നെറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ഒരു നല്ല മെത്തേഡല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കൺസെപ്റ്റായ ലൂപ്പിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റ് അഡ്വാൻസ്ഡ് കാര്യങ്ങളും പഠിച്ചു തുടങ്ങാം.